ലാസ്റ്റ് ഒരു 1 വീക്ക് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ആദ്യത്തെ കുറച്ച് ദിവസം സംഭവിക്കാത്തതിനാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആക്ച്വലി 2 ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ ആവാറായപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ റൂംമേറ്റ്സിനെയൊക്കെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഫൈനലി ഒത്തു വന്നത് ഈ ഒരു ടൈമിലായിരുന്നു. അങ്ങനെ നമ്മളിതേ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. എവിടെയെന്ന് വെച്ചാൽ അടിമാലിയാണ്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റേക്കേഷൻ ചെയ്യണമെന്ന്. അന്ന് ബാംഗ്ലൂർ പോയി തിരിച്ചു വന്നപ്പം വിചാരിച്ചു ഓക്കെ ഇവിടെ പോകണം. പിന്നെ എൻ്റെ ഒരു മെഡിക്കൽ കണ്ടീഷൻ അത് കൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ബാംഗ്ലൂര് ഐശ്വര്യം ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങളിതേ ഇന്നിപ്പം എന്താ പറയാ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഭയങ്കര ക്വിക്കായിട്ട് നമ്മളിതേ ഇന്ന് വൈകുന്നേരം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മൂന്നാർ വരെ പോകും. മൂന്നാറല്ല ആക്ച്വലി സ്ഥലത്തിൻ്റെ പേര് പൂപ്പാറ. അവിടെ നമ്മളൊരു സ്റ്റേക്കേഷൻ പോകും. പക്ഷെ നാളെ വൈകുന്നേരം വരും ഒരു 1 ഡേ സ്റ്റേക്കേഷൻ ആൻഡ് വിത്ത് മൈ ഗേൾസ്. ഇത്തവണ ഒരാളില്ല ഐശ്വര്യ. അന്നും ഇല്ല. ലാസ്റ്റ് മൊമെന്റിൽ അങ്ങനെയാ, ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ 2 പേരുണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഐശ്വര്യന്റെ ലോസ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഐശ്വര്യ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മറ്റേ വീഡിയോ ഐശ്വര്യ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ ഒട്ടും എൻജോയ്മെന്റ് ഇല്ല. ഇപ്പൊ നമ്മളുടെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോവാണ്. ഇവിടുന്ന് ഒരു 2 hours മോർ ഉണ്ട് അങ്ങോട്ടേക്ക്. സോ അവിടെ എത്തിയിട്ട് ഐ വിൽ ഷോ യു ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ അടിപൊളി ആയതുകൊണ്ട് നമ്മൾ അടിമാലിയിൽ നിന്നും പെട്ടെന്ന് തന്നെ പൂപ്പാറ എത്തി. പൂപ്പാറ എത്തിയതിനു ശേഷം പിന്നെ മേലെ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് വേറൊരു വണ്ടിയിലാണ് പോയത്. സുഖം. തണുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ മഞ്ഞിങ്ങനെ പറക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. അതെ, രാത്രി അതുണ്ട്. സോ ഇപ്പൊ സമയം 12 മണി. നമ്മളിപ്പോഴാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് റൂം ടൂർ കാണിച്ചു തരാം. നല്ല വ്യൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പകല് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് നമ്മൾ റൂം അലങ്കോലമാക്കുന്നതിന് മുമ്പ് നമ്മൾ റൂം ടൂർ എടുക്കണം അല്ലേ. ഒരു ഇൻഗോസ്റ്റ് ഹൗസ് ഫീൽ ഇല്ലേ? യെസ്, ദിസ് ഈസ് അവർ റൂം. ഒരു റെട്രോ വൈബ്. യെസ്, ദിസ് ഈസ് അവർ റൂം. കണ്ടോ ആ ഒരു ഇതിനെന്താ പറയാ ഈ സാധനത്തിന്? ഇഷ്ടിക ആ ഒരു കളറുള്ള ഭിത്തികൾ നല്ല റെട്രോ വൈബായിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് ബാൽക്കണിയിൽ ഇപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് രാത്രിയാണ്. യെസ്, രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നല്ല മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കുക. DSLR ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ മഞ്ഞിങ്ങനെ പറക്കുക, നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായി. എനിക്ക് രാവിലെ വേണം ഇവിടുത്തെ വ്യൂ ഒക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ രാവിലെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ബാൽക്കണീൻ്റെ നല്ല അടിപൊളി വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾസോ നമ്മളിവിടെ താഴെ നിങ്ങൾ കാണുന്നുണ്ടോ, മറ്റേ ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിമ്മാവുന്നില്ല, അതാണ് ആ ഒരു മഞ്ഞ്. കണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ അതേട്ടോ വാഷ്റൂമിൽ അലമാരി കാണുന്നത്. നമുക്ക് തുണിയൊക്കെ നമുക്ക് അടുക്കിപ്പറക്കി വെക്കാം. എന്നുവെച്ചാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാതെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ലൈക്ക് ഒരു മാസത്തേക്കുള്ള തുണിയൊക്കെ എടുത്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാം. കുളിക്കുക, പിന്നെ തുണി മാറ്റുക, കുളിക്കുക, തുണി മാറ്റുക. ഓടി നടക്കാം. വാഷ്റൂം കണ്ടോ? നമുക്കെല്ലാവർക്കും വാട്സപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും, നടക്കൂല. അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യും, കുറേ ഉന്തും തള്ളും വഴക്കൊക്കെ ആയി അങ്ങനെ അതും ലാസ്റ്റ് ആകുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ട്രിപ്പിൻ്റെ പുറകിലും ഒരുപാട് ഉന്തും തള്ളും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് അത് ഹാപ്പൻ ചെയ്തു. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് ഈ ട്രിപ്പിൽ ഇല്ലാതെ പോയത്. ഐശ്വര്യ സാരില്ല, അവൾക്ക് ജോബ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. ആൻഡ് നമ്മളാണെങ്കിൽ നമ്മളെല്ലാവരും ഓരോ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ അതേ മേക്കപ്പിലൊക്കെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എനിവേ നമ്മളിവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. നമ്മൾ ചില്ലൊക്കെ ചെയ്ത് കിടന്നുറങ്ങി, ബിക്കോസ് രാവിലെ എഴുന്നേക്കണം.
ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചിപ്പിച്ചിച്ച് നേരത്തെ എടുത്ത വീഡിയോ ക്ലിപ്സാണ് ഞാൻ ഇപ്പുറത്തിട്ടേക്കുന്നത്. നിങ്ങളിത് ജെനുവിനായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സണ്ണൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉയരത്തിലെത്തുമ്പോൾ ഉയരം കൂടുന്നൊരു ചായൻ്റെ സ്വാദ് കൂടും എന്നുള്ളൊരു തിയറി ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാൽ ഞാൻ ചായ കുടിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്തെത്തുമ്പോഴൊക്കെ ചായ കുടിക്കാൻ വേണ്ടി. ആൻഡ് ഐ ആം എൻജോയിങ് ദ ചൂട് ചായ വിത്ത് ദ ബ്യൂട്ടിഫുൾ വ്യൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്നലെ കിടന്നപ്പോൾ 3 മണി. ഇപ്പോൾ രാവിലെ 7:30 എണീറ്റിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോകണം എന്നായിരുന്നു നമ്മളുടെ പ്ലാൻ. അത് ഇത്തിരി മാറ്റം വന്നു, ഇത്തിരി ലേറ്റായി. ഇപ്പോൾ 8:30-9 എന്തോ ആറായി. അപ്പോൾ നമ്മളിനി അവിടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോകണം. കുറച്ച് അവിടെ എവിടെയോ എനിക്കറിയില്ല. അങ്ങനെ വ്യൂ പോയിന്റ് കണ്ടുവിടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ ഈ മൂന്നാറിലൊക്കെ വന്നിട്ടുണ്ട്, വാഗമൺ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പ്ലേസ് ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടുത്താണ് കൊളുക്കുമലൈ. നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണ്. ലൈക്ക് അധികം തണുപ്പില്ല എന്ന് വെച്ചാൽ ലൈക്ക് മഴയില്ല. നമുക്ക് മഴയുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ക്ലൈമറ്റ് ആണല്ലോ, ഫുൾ കോടൊക്കെ മൂടി അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ല. ലൈക്ക് സണ്ണുണ്ട് എന്ന് വെച്ചാൽ അധികം ചൂടില്ല, ബട്ട് നല്ല തണുത്ത കാറ്റാണ്. ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചു. നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഞാൻ ചായ കുടിക്കാറുണ്ട്. എനിക്ക് തലവേദന എടുത്തോണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആവണം, എന്നിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഫോണിൽ കുറച്ച് സ്റ്റോറേജും ഫ്രീ ആക്കണം. ചേച്ചി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല ഇതുണ്ടായിരുന്നു, മഞ്ഞൊക്കെ ഇറങ്ങി. നിങ്ങളെ ഞാൻ വിളിച്ചല്ലേ, ഇവരാരും എണീറ്റില്ല ഗൈസ്. ഞാൻ 6 മണിക്ക് എണീറ്റ് ഇവിടെ എല്ലാം നടന്ന് ഫസ്റ്റ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റെല്ലാം കണ്ടു. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, നല്ല പ്രോപ്പർട്ടിയാണ്, നല്ല രസമുണ്ട്. ഒട്ടും ലൗഡല്ല, ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നല്ല തണുത്ത കാറ്റും വെയിലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു കുഞ്ചു. അപ്പോൾ സമയം ഒരു 8:30 ആയി. ഇനി നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോകണം. ഒരുപാട് ലേറ്റ് ആയാൽ ഭയങ്കര വെയിലായി പോകും. നമുക്കിത് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാം. അത്യാവശ്യം വെയിലടിക്കുന്നുണ്ട്, സോ അറിയില്ല ഇപ്പോഴും അത്ര ചൂടില്ല കേട്ടോ, തണുപ്പുണ്ട്. ദേ പിള്ളേർക്ക് ദേ വണ്ടി കയറി സ്കൂളിൽ പോവാം. Place with the beautiful girls, beautiful ladies, you know. ശരിയാ, അമ്മമാരും ഇല്ലാതെ പോകുന്ന സുഖമാണ്. നല്ല കാറ്റ്. വെയിലധികം ആയിട്ടില്ല. സോ പീസ്ഫുൾ. ഇവിടെ ആനയൊക്കെ വരുന്ന പറയുന്നത്. പിള്ളേർ. ഈ വ്യൂ പോയിന്റിന്റെ പേര് അക്ക തങ്കച്ചിപ്പാറ വ്യൂ പോയിന്റ് എന്നാണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് 2 ചെറിയൊരു പാറ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് അത് അവർ പറഞ്ഞത് എന്തോ ഒരു ഗ്രീവ് പോലെ എന്തോ ഒരു വിശ്വാസം ഉണ്ടെന്നാണൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് അറിയില്ല. നമ്മളെപ്പോഴും ഇടുക്കിയിലോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക മൂന്നാർ, വാഗമൺ ഇതൊക്കെയാണ്. പക്ഷേ ഇതിലപ്പുറം ഒരുപാട് ഹിഡൻ ജംസ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് അതുപോലത്തെ ഒരു സ്ഥലമാണ് ഈ പൂപ്പാറ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് പോലെ തന്നെ വേറെയും ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. ആക്ച്വലി കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഗേൾസ് ട്രിപ്പിന് വരുന്നത്. സോ ഇഫ് യു ലൈക്ക് ഒരു ഗേൾസ് ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ. Go wherever. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ടൈം കടന്നു, നമുക്ക് പ്രായമാവും. അപ്പോൾ ഇതൊക്കെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് പറയാനുണ്ടോ? നല്ല ക്ലൈമറ്റ് അല്ലേ, നല്ല കാറ്റ്. എന്തൊരു കാറ്റാന്നറിയോ. ഗോപിക ഓൾറെഡി ഇടുക്കിക്കാരിയാണ്, പക്ഷെ ഞാൻ വണ്ടടിച്ച് നിൽക്കുകയാണ്.
അവളുടെ ഡ്രസ്സ് കണ്ടാ അറിയാം എന്തൊരു കാറ്റാ, കാറ്റ്, ഭയങ്കര കാറ്റ്. അത് വേണ്ട, ഇത് യൂട്യൂബിലേക്ക് ആന വെള്ളം കുടിക്കാൻ വരുന്നൊക്കെയാണ് പറയുന്നത്. ഒരു 101ാമത്തെ വട്ടം ഇപ്പം പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാൻ. വെരി പീസ്ഫുൾ. ഗൈസ്, ഞങ്ങള് അക്ക തങ്കച്ചിപ്പാറ വ്യൂ പോയിന്റിൽ വന്നതാണ്. പക്ഷെ ഐശ്വര്യ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല. ഐശ്വര്യ കണ്ടിട്ട് എല്ലാവർക്കും ഒരു നിമിഷം മൗനം പാലിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ കുറേ നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എയർ ഡ്രോപ്പ് പരിപാടികളായിരിക്കും. ഗൈസ്, ഇതെൻ്റെ പുതിയ ടോപ്പാണ്. അൺഅപ്പോളജറ്റിക്. യെസ്, അൺഅപ്പോളജറ്റിക്. മാപ്പ് കൊടുക്കില്ല ഞാൻ. ഒരുത്തിക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഇപ്പൊ റബൽ കിഡിന്റെ കുറെ ടീഷർട്ട് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റബൽ കിഡ് ഇടുന്ന ടീഷർട്ട്. ഓരോ വൈറ്റ് ടോപ്പിലും ഓരോന്നുണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പ്രിന്റ് എടുക്കുന്ന എനിക്ക് വിശക്കുണ്ടോ? എനിക്ക് നല്ല വിശക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മേലെ പോയി വന്നിട്ട് കഴിക്കുന്നത്. അതായത് വിശപ്പോടെ നമുക്ക് ആക്രാന്തമായിട്ട് കഴിക്കാം അല്ലേ? പക്ഷെ ഫുഡ് കഴിക്കാണ്ട് പോകുന്ന ഭയങ്കര ഫ്രഷ് ആയിട്ടിരുന്ന പോലെ എനിക്ക് തോന്നി. നമ്മളങ്ങനെ ടയർഡായില്ല. അത് ഈ ക്ലൈമറ്റിന്റെ. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ബ്രെഡ്, ബട്ടർ, ജാം, പിന്നെ നൂൽപുട്ട്, ദെൻ മുട്ടക്കറി, വാട്ടർമെലൺ ജ്യൂസ്. ഇതൊക്കെയായിരുന്നു. നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കഴിക്കുന്നത്. ആൻഡ് ഭയങ്കര ഹോംലി ഫീൽ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഓൾസോ മുട്ടക്കറിയിൽ 5 മുട്ട ഉണ്ടായിരുന്നു. ആൻഡ് വാട്ടർമെലൺ ജ്യൂസും 5 ഉണ്ടായിരുന്നു. ബിക്കോസ് ഐശ്വര്യനെ വിചാരിച്ച് കഴിക്കുമ്പോൾ അവർ 5 വെച്ചിട്ടുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ആ ലാസ്റ്റത്തെ മുട്ട ഞങ്ങൾ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിച്ചു. ആൻഡ് വാട്ടർമെലൺ ജ്യൂസ് ഞാൻ കുടിച്ചു. എക്സ്ട്രാ വന്നത് സാറിൽ ഐശ്വര്യൻ നമ്മൾ എന്തായാലും ഓർത്തിട്ടുണ്ട്. ഈ ട്രിപ്പിലെ ഓരോ മൊമെൻറ്റിലും ഞങ്ങൾ അവളെ ആലോചിച്ച് സ്മരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഫുൾ എൻജോയ് ചെയ്തത്. ആൻഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് വാസ് സോ ഗുഡ്. ഷോർട്ടായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അല്ലേ? വെരി ഷോർട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ക്ലിപ്സ് ഒന്നും ഇല്ല, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നൊരു മെമ്മറി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല പ്ലേസ് ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ആൾക്കാർ, നല്ല സർവീസ് ആയിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ എപ്പോഴും നമ്മൾ ഇടുക്കി പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകും മൂന്നാർ, പിന്നെ അവിടെയൊക്കെയാണ്. അപ്പം നമ്മളിപ്പോ വന്ന ഈ പ്ലേസിന്റെ പേര് പൂപ്പാറ എന്നാണ്. ഇത് ഏത് റൂട്ടൊക്കെ പറഞ്ഞെടുക്കും? പൂപ്പാറ, രാജക്കാട്, മൂന്നാർ. ആ റോഡല്ല ഇത് അങ്ങനെ രാജക്കാട് കയറി പൂപ്പാറ, ആനച്ചാൽ റൂട്ടും വരാന്നിങ്ങനെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് പ്രഷർ, മറ്റേ എറണാകുളം ലൈഫ്, അതിനകത്തൊക്കെ ശരിക്കും ഒരു എസ്കേപ്പ് ആയിരുന്നു, സ്ട്രെസ് റിലീഫ് ആയിരുന്നു. ശരിക്കും ലേഡീസിന് മാത്രം വരാനും നല്ല സ്ഥലമാണ്. അപ്പൊ ഈ മൂന്നാറും വാഗമണ്ണൊക്കെ മടുത്തിട്ടുണ്ടെങ്കിൽ പൂപ്പാറ വന്നു. ആൻഡ് ഈ പ്ലേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വൈൽഡ് ലില്ലി എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടീന്റെ പേര്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആണ്. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഈ ട്രിപ്പൊക്കെ ഇഷ്ടമായില്ലേ? അടിപൊളി ഫുഡും നല്ല ഫുഡായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. പക്ഷെ ഹോംലി ഫുഡായിരുന്നു. മറ്റേ ലേഡീസ് ഗ്യാങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഗേൾസ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്ലേസ് ചൂസ് ചെയ്തോ.
കുറേ നല്ല ഫോട്ടോസ് എടുക്കാം. അതെ, ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടി ആ വ്യൂ പോയിന്റിലൊക്കെ പോയപ്പോൾ. സൺറൈസ് ഉണ്ട്. നമ്മൾ വന്നത് ശരിക്കും ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നൈറ്റ് ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റ് അത്യാവശ്യം ഇവിടെ കുറെ നേരം ചില്ല് ചെയ്തു. രാവിലെ നമ്മൾ അത്യാവശ്യം മോർണിംഗ് ടൈമിൽ എണീറ്റു. അത്യാവശ്യം നല്ല ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ അല്ല, നിങ്ങൾ പൂപ്പാറ വരുവാണെങ്കിൽ തന്നെ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ കൊളുക്കുമലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ആണോ? പക്ഷെ നിങ്ങള് നേരത്തെ രാവിലെ വെരി ഏർലി മോർണിംഗ് ഒക്കെ പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതും കൂടെ കവർ ചെയ്യുമായിരുന്നു. അതടുത്ത വട്ടം എപ്പോഴെങ്കിലും പോകാം. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ ചെന്തിയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വ്ളോഗ്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ബെൽ ബട്ടൺ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then it's signing off from AI. തിരിച്ചു വരുന്ന വഴിയിൽ രാജാക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഞാൻ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. ഞാൻ ഇതുപോലത്തെ ഹില്ലി പ്ലേസസിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നാടൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാറുണ്ട്.